ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 68-ാം സങ്കീർത്തനം 34-ാം തിരുവചനം. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. ദൈവത്തിൻ്റെ ശക്തി കൂടെ കൂടെ ഏറ്റുപറയേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, തകർച്ചകളിൽ, വേദനകളിൽ, നൊമ്പരങ്ങളിലെല്ലാം ദൈവശക്തി ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങളെ പുതുക്കുകയാണ്. ഈ പുതുക്കമാണ് ഇന്ന് നമുക്ക് ആവശ്യം. ദൈവശക്തി വെളിപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം കിട്ടുകയാണ്. നമ്മളെ വിഷമിപ്പിക്കുന്ന പല ഭാരങ്ങളും, നമ്മുടെ കുടുംബം നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾ, നമ്മുടെ പല ആവശ്യങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗം വിട്ടിറങ്ങി നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്ന സമയം, ഹൃദയം തുറന്ന് വലിയ ദാഹത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനു വേണ്ടി നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷമായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവിൻ്റെ നാമത്തെ നമ്മൾ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയും. കർത്താവിൻ്റെ ശക്തിയാൽ നമ്മൾ പുതുക്കമുള്ളവരാകാൻ, കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിന് എല്ലാ തലങ്ങളിലും വെളിപ്പെടുവാൻ, ദൈവശക്തിയാൽ നമ്മളെല്ലാം നയിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, ഞങ്ങൾ നേരിടുന്ന തകർച്ചകളിൽ, ഞങ്ങൾ കടന്നു പോകുന്ന നൊമ്പരങ്ങളിൽ കർത്താവേ ശക്തി അയക്കണമേ. ദൈവശക്തിയാൽ ഞങ്ങളെ പുതുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ലോകം മുഴുവനിലേക്ക് അങ്ങയുടെ ശക്തി അയക്കണമേ. ലോകം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും അവിടുത്തെ ശക്തിയെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങളടിച്ച് കർത്താവിന്റെ അത്ഭുത ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം തുറന്ന് വലിയ ആനന്ദത്തോടെ എല്ലാം മറന്ന് കരഘോഷത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ആത്മാവ് ഏറ്റെടുക്കണമേ. ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ വേദനിക്കുന്ന, തകർന്നിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവേ ശക്തിയോടെ ഇറങ്ങി വന്ന് അവരെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. പാവന റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പാടുകേ. അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ലോകരാജ്യങ്ങളിൽ, എല്ലാ ജനപദങ്ങളിലും കാറ്റായി മഴയായി തീയാറൂഹ പെയ്യട്ടെ. കാറ്റായി മഴയായി തീയാറൂഹ പെയ്യട്ടെ. റൂഹ പെയ്യട്ടെ. വേദനിച്ചിരിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. ചെങ്കടൽ പ്രതിബന്ധം തീർത്ത് മുന്നിൽ ഉയർന്നപ്പോ
ഫറവോ സൈന്യം ഭീതി ഉയർത്തി പിന്നിൽ നിരന്നപ്പോ. ചെങ്കടൽ ഇതെല്ലാം നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഒരു പ്രതിസന്ധി നമ്മൾ ഭയപ്പെടേണ്ട. കർത്താവിന്റെ കരം പിടിച്ച് മുന്നേറുക. പ്രതികൂലത്തിൻ നടുവിൽ പുതിയൊരു പാത തുറന്നവനെ, അഭിഷേകത്തിൻ കൈകൾ നീട്ടി എന്നെ നയിക്കണമേ. കർത്താവേ, കരങ്ങൾ ഉയർത്തി നമ്മുടെ ലോകത്തെ ആശീർവദിക്കണമേ. കരമുയർത്തി അടിച്ചു മാറാം. അറ്റായി മഴയായി തീയാറൂഹ പെയ്യട്ടെ, അറ്റായി മഴയായി തീയാറൂഹ പെയ്യട്ടെ. ഹല്ലേലൂയ, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ. സഭയിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ കാറ്റായി മഴയായി തീയാറൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയാറൂഹ പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, എല്ലാ ജനപദങ്ങളിലും പെയ്തിറങ്ങണമേ. ദൈവശക്തിയായി വെളിപ്പെടണമേ. റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ, റൂഹ പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, 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 ഇരുകരങ്ങളും ഉയർത്തി ദൈവശക്തിയാൽ നമ്മൾ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാ തീ ലോകം മുഴുവൻ കത്തിപ്പടരുവാൻ, എല്ലാ നെഗറ്റീവ് എനർജികളും എല്ലാ പ്രതിസന്ധികളും നീക്കം ചെയ്യപ്പെടുവാൻ ആത്മശക്തിക്കായി ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപിയെ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ലോകരാജ്യങ്ങളിലേക്ക് വരണമേ, ഭൂഖണ്ഡങ്ങളിലേക്ക് വരണമേ. തകർന്നിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന, വളരെ വേദനയോടെ കഴിയുന്ന ജനലക്ഷങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ തീ എല്ലാ ജനപദങ്ങളിലും കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ദേശങ്ങളെ അനുഗ്രഹിക്കണമേ, രാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ, തിരുസഭയെ അനുഗ്രഹിക്കണമേ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളിലെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് പ്രവർത്തിക്കണമേ, അവിടുന്ന് ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകരാജ്യ ഗവൺമെന്റുകളെ അനുഗ്രഹിക്കണമേ, ലോകരാജ്യ തലവന്മാരെ അനുഗ്രഹിക്കണമേ. ദൈവിക ജ്ഞാനത്താൽ പരിശുദ്ധാത്മാവേ എല്ലാവരെയും നിറയ്ക്കണമേ. ഫിൽ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വചനമയച്ച് എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമേ, എല്ലാ വ്യാധികളെയും എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കുക പരിശുദ്ധാത്മാവേ. ദൈവത്തിന്റെ തീയായി കത്തുക പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ കാറ്റായി അടിക്കുക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ. ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. വചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, അമ്മയുടെ ഉമ്മല ഹൃദയത്തിലേക്ക് ലോകം മുഴുവനെയും തിരുസഭയെയും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഏറ്റെടുത്ത് അമ്മ എല്ലാം ക്രമപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും നമ്മിൽ കൃപയായി മാറുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് രക്ഷയ്ക്കായി ദൈവം ഒരുക്കുന്ന വഴികൾ. രക്ഷയ്ക്കായി ദൈവം ഒരുക്കുന്ന വഴികൾ. നമ്മളായിരിക്കുന്ന നാളുകൾ വലിയ പ്രതിസന്ധികളുടെയും മാറ്റങ്ങളുടെയും നാളുകളാണ്. ലോകമിന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഒരു പ്രതിസന്ധിയും അവിചാരിതമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിലോ ലോകത്തിലോ സംഭവിക്കുന്നില്ല. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ
പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്. ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ അവിചാരിതമെന്ന ഒരു വാക്കില്ല, യാദൃച്ഛികമെന്നൊരു വാക്കില്ല. ദൈവം അറിഞ്ഞും അനുവദിച്ചുമാണ് ലോകത്തിൽ എല്ലാം സംഭവിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാമത്തെ തിരുവചനമാണ്. ഈ തിരുവചനത്തിൽ കാരാഗൃഹ പ്രമാണി ചോദിക്കുന്നൊരു ചോദ്യമാണ്, യജമാന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിന് മറുപടിയായി അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന ഉത്തരം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. അവൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്ക് വളരെ സുപരിചിതമായൊരു വചനമാണിത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ പൗലോസ് ഉദ്ഘോഷിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീ മാത്രമല്ല നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും അതെത്രമാത്രം മോശമുള്ളതാവട്ടെ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഞെരുക്കങ്ങൾ, കഷ്ടപ്പാടുകൾ, പരാധീനതകൾ അതെത്ര വലുതാണെങ്കിലും നമ്മെ രക്ഷിക്കുവാൻ ശക്തനാണ് കർത്താവായ യേശു ക്രിസ്തു. ഹെബ്രായ പുസ്തകം 7-ാം അധ്യായം 25-ാമത്തെ വചനം. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. ആരാണ് അവൻ? കർത്താവായ യേശുവാണ്. നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയിൽ നിന്നും, നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാത്രം വഷളാണെങ്കിലും ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുവാനുള്ള പരിപൂർണമായ ശക്തി കർത്താവിൻ്റെ കരങ്ങൾക്കുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് എത്ര പേർക്ക് ഈ വചനത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി നമ്മെ രക്ഷിക്കുവാനായി കഴിയും. ഈ വചനത്തിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഹൃദയമുറപ്പിക്കണം. പ്രതിസന്ധികളെ നമ്മൾ ഭയപ്പെടേണ്ട, പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ അസ്വസ്ഥരാകേണ്ട. നമ്മുടെ ജീവിതത്തിന് ചുറ്റും വ്യാപരിക്കുന്ന പലവിധ പ്രശ്നങ്ങളെ കണ്ട് നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അവൻ്റെ കരങ്ങൾ വളരെ ശക്തങ്ങളാണ്. വിശുദ്ധ പൗലോസ് വീണ്ടും സാക്ഷ്യപ്പെടുത്തുകയാണ്, എന്താണ് നമ്മളെക്കുറിച്ച് യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും സത്യം അറിയണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവമായ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ലോകത്തിൻ്റെ രക്ഷയാണ് കർത്താവിൻ്റെ സ്വപ്നം. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതിനർത്ഥം എന്താ? കർത്താവിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ രക്ഷയിലേക്ക് നയിക്കുവാൻ പലവിധ പ്രതിസന്ധികളാകാം, പ്രതികൂലങ്ങളാകാം, ചിലപ്പോൾ രോഗങ്ങളാകാം, തകർച്ചകളാകാം, പരാജയങ്ങളുമാകാം, എന്തു വേണമെങ്കിലാകാം, ദൈവത്തിനെ അനുവദിക്കാൻ പറ്റും. ഈ പ്രതിസന്ധികളിലൂടെ നമ്മെ യഥാർത്ഥമായ രക്ഷയിലേക്ക് ദൈവം നയിക്കുകയാണ്. ഈ രക്ഷാകരമായ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വചനത്തിൽ കൂടുതൽ ധ്യാനിക്കുവാനായി പോകുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ നമുക്കവിടെ കർത്താവിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം കാണുവാനായിട്ട് കഴിയും. അർദ്ധരാത്രി ആയപ്പോൾ പൗലോസും സീലാസും ഫിലിപ്പി കാരാഗൃഹത്തിന് ഉള്ളറയിൽ കിടന്ന് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. മറ്റ് തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ഉച്ചത്തിൽ ഹൃദയം പൊട്ടുമാറ് സ്വരമുയർത്തി സങ്കീർത്തനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്, ആരാധിക്കുകയാണ്. ഈ സമയത്ത് എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ദൈവശക്തി ഇറങ്ങി വരികയാണ്. കർത്താവിൻ്റെ മഹത്വം ആ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലേക്ക് ഇറങ്ങി വന്നു. ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന് അടിത്തറ കുലുങ്ങി.
അവരെ ബന്ധിച്ചിട്ട ചങ്ങലകള് എല്ലാം അഴിഞ്ഞു വീഴുകയാണ്. അടച്ചിട്ട വാതിലുകളെല്ലാം ദൈവശക്തിയാൽ തുറക്കപ്പെടുകയാണ്. 27-ാമത്തെ വചനം പറയാണ്, കാരാഗൃഹ പ്രമാണി കാവൽക്കാരൻ ഉണർന്നപ്പോൾ വാതിലുകൾ തുറന്നു കിടക്കുന്നു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുകയാണ്. ഈ കാവൽക്കാരനെ, കാരാഗൃഹ പ്രമാണിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവം ഒരുക്കുന്ന ആ സംവിധാനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ ഈ തിരുവചന ഭാഗം വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങൾ എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവ് ചിന്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെയല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ഈ കാരാഗൃഹ പ്രമാണിയെ രക്ഷിക്കുവാൻ, അവൻ്റെ കുടുംബത്തെ രക്ഷയുടെ ആനന്ദത്തിലേക്ക് നയിക്കുവാൻ എന്താണ് ഇവിടെ കർത്താവ് ചെയ്തത്? പെട്ടെന്ന് അവിടെ ഭൂകമ്പം ഉണ്ടാവുക, അടിത്തറ കുലുങ്ങുകയാണ്. കർത്താവിന് ഏത് രൂപത്തിലും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റും. ചിലപ്പോൾ പ്രതിസന്ധികളായിട്ടായിരിക്കാം, ചിലപ്പോൾ പരാജയങ്ങളായിട്ടായിരിക്കാം, ചിലപ്പോൾ ചില രോഗങ്ങളായിട്ടായിരിക്കാം, ചിലപ്പോൾ ചില ദുരിതങ്ങളും തകർച്ചകളുമായിട്ടായിരിക്കാം. എന്തിനു വേണ്ടി? നമ്മൾ നശിച്ചു പോകാനല്ല, നമ്മൾ ഇല്ലാതാകാനല്ല. ഇതിലൂടെ നമ്മുടെ ആത്മാവിനെ നിത്യമായ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവമൊരുക്കുന്ന കൃപയുടെ സംവിധാനങ്ങളാണ് പലപ്പോഴും ഇതെല്ലാം. ഇവിടെ എന്താ സംഭവിച്ചത്? കാവൽക്കാരൻ വിചാരിച്ചു ഇനി എനിക്ക് രക്ഷയില്ല. തടവുകാരൊക്കെ രക്ഷപ്പെട്ടു. ഇത് ഗവൺമെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊന്നുകളയും. 2 സാഹചര്യങ്ങൾ അവൻ്റെ മുൻപിൽ വരികയാണ്. ഒന്നാമത്തെ സാഹചര്യം ഹോപ്പ്ലെസ് ആയി സിറ്റുവേഷൻ. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. തൻ്റെ ജീവിതം അവസാനിച്ചു, എല്ലാം ഇവിടെ തീരുകയാണ്. ഒരടിഞ്ഞ് തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എല്ലാം തീർന്നു. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാത്ത അവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, എല്ലാം അസ്തമിച്ച അവസ്ഥ. അവൻ ആത്മഹത്യക്ക് ഒരുങ്ങുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിൽ ഇതുപോലെ ചില സിറ്റുവേഷൻസ് കർത്താവ് അനുവദിക്കും. എത്ര പേരെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും? പെട്ടെന്നാണ് ഈ രോഗം ബാധിച്ചത്. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ല. മാക്സിമം 4 മാസം. ഈ സമയത്താണ് ഞാൻ വചനം കേട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിഞ്ഞത്. കർത്താവിൻ്റെ മഹാകരുണയാൽ അവിടുന്ന് എന്നോട് കരുണ കാണിച്ചു, എനിക്ക് സൗഖ്യം ലഭിച്ചു. ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുന്നു. കർത്താവിനെ കണ്ടുമുട്ടുവാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്തി. കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ ഇന്ന് പരിശുദ്ധാത്മാവിനെ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള 100 കണക്കിന് സാക്ഷ്യങ്ങൾ നമ്മളെല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാവൽക്കാരൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചത്. പ്രതീക്ഷയ്ക്ക് വകയില്ല. കാരണം അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 18, 19 വചനങ്ങളിൽ കാണാൻ പറ്റും. പത്രോസ്ലീഹായെ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുക. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം ആ കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസ്ലീഹ മോചിതനാവുകയാണ്. കാവൽക്കാർ നോക്കിയപ്പോൾ പത്രോസിനെ കാണുന്നില്ല. ഈ വിവരം രാജാവ് അറിഞ്ഞു. പത്രോസ് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് കാവൽ നിന്നിരുന്ന കാവൽക്കാരെയെല്ലാം കൊന്നുകളയാൻ ഹെരോദാസ് ഉത്തരവിടുകയാണ്. ഈ വിവരം നന്നായിട്ട് ഈ കാവൽക്കാരൻ അറിയാം. അവന് മനസ്സിലായി തൻ്റെ തല പോകും, തൻ്റെ ജീവിതം അവസാനിച്ചു, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ഈ ഒരു അവസ്ഥയിൽ അവൻ എത്തി നിൽക്കുകയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുൻപിലും ദൈവം അനുവദിക്കും. നമ്മളവിടെ തലകുത്തി വീണു പോകാനല്ല, നമ്മൾ നശിച്ചു പോകാനല്ല, നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, നാം കർത്താവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി, നാം കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ, ജെറമിയ 32:27 എന്ന് പറയുന്നത്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എല്ലാ സാധ്യതകളെയും സാധ്യമാക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 17:1 ദൈവം അബ്രഹാമിനോട് പറയും, അബ്രഹാമേ, ഐ എം ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൽ ഷദായ്, ഓൾ സഫിഷ്യന്റ് ഗോഡ്. നിന്റെ ഏത് ആവശ്യവും നിറവേറ്റുവാൻ
എനിക്ക് കഴിയും. എന്ത് വലിയൊരു ഉറപ്പാണ് ദൈവം കൊടുക്കുന്നത്. ദൈവത്തെ ആശ്രയിക്കുക, കർത്താവിൻ്റെ നാമം വിളിക്കുക, കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിക്കുക. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഇതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ അവന് സിറ്റുവേഷൻ എന്താണ്? ഹെൽപ്ലെസ്സായ സിറ്റുവേഷൻ. ആർക്കും അവനെ സഹായിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനും ഈ കാവൽക്കാരനെ സഹായിക്കാൻ പറ്റത്തില്ല. ജീവൻ നഷ്ടപ്പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. മനുഷ്യന്റെ നിസ്സാരത ദൈവം കാണിച്ചു തരികയാണ്. നമ്മൾ ഈ നാളുകളിൽ കണ്ടതാണ്. ടെക്നോളജികൾക്കും മനുഷ്യരുടെ കണ്ടുപിടുത്തത്തിനും ഒന്നും ചെയ്യാൻ കഴിയാതെ അതെല്ലാം പകച്ച് എല്ലാം സ്റ്റക്കായ അവസ്ഥ. മനുഷ്യന്റെ നിസ്സാരത ദൈവം തുറന്ന് കാണിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ചില നിമിഷങ്ങളിൽ നമ്മൾ ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ദയനീയമായി നിസ്സഹായതയോടെ മറ്റുള്ളവർ നമ്മൾ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, പ്രിയപ്പെട്ടവരാകാം, സ്നേഹിതരാകാം, അധികാരികളാകാം. അവർക്കൊന്നും ചെയ്യാനില്ല. എല്ലാവരും ഹെൽപ്ലെസ്സാണ്. അവര് നിസ്സഹായതയോടെ ദയനീയമായി നമ്മെ നോക്കി നിൽക്കുന്നൊരവസ്ഥ. ഇതാണ് ഈ കാവൽക്കാരൻ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നിമിഷത്തിൽ തലപോകാൻ പോവുക. ഈ തടവുകാർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവന് നന്നായിട്ട് അതറിയാം. ഈ ഹെൽപ്ലെസ്സായ സാഹചര്യത്തിൽ ദൈവം ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഇതൊക്കെയുണ്ട്. നമ്മൾ അസ്വസ്ഥരാകേണ്ട. വചനം പറയുന്നില്ലേ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഒരു സത്യം നമ്മളെല്ലാം തിരിച്ചറിയണം. നമുക്കൊരു നിത്യസഹായകനുണ്ട്. 121 സങ്കീർത്തനത്തിൽ ഹൃദയം പൊട്ടി തൻ്റെ സകല പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ, ഒരു മനുഷ്യനും തന്നെ സഹായിക്കാൻ പറ്റാത്ത നിമിഷത്തിൽ ദാവീദ് ഹൃദയം നുരുകി വിളിച്ചു പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി, എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും? എനിക്കുള്ള സഹായം കർത്താവിൽ നിന്ന് വരും. ഈ ഒരു പ്രത്യാശയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. കർത്താവ് നമ്മുടെ നിത്യ സഹായകനാണ്. ആർക്കും സഹായിക്കാൻ പറ്റാത്ത നിമിഷത്തിൽ നമ്മളെ സഹായിക്കുവാൻ കർത്താവിന് കഴിയും. അവന് മാത്രമേ കഴിയൂ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. സകല മനുഷ്യരും നിസ്സഹായതയോടെ ദയനീയമായി നമ്മൾ നോക്കി നിൽക്കുമ്പോഴും ആ സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ സുഖപ്പെടുത്തുവാൻ, നമ്മളെ വഴി നടത്തുവാൻ, നമ്മളെ പരിപാലിക്കുവാൻ ദൈവമായ കർത്താവിന് മാത്രമാണ് കഴിയുന്നത് എന്നുള്ള ഒരു ആഴമേറിയ ബോധ്യം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അവിടെയാണ് നമ്മൾ കർത്താവിനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടുന്നത്. ഈ കാവൽക്കാരൻ്റെ ജീവിതത്തിൽ അതുണ്ടായി. അവൻ ആത്മഹത്യക്ക് ഒരുങ്ങുമ്പോൾ 28-ാമത്തെ വചനം പൗലോസ് വിളിച്ചു പറഞ്ഞു, സഹോദര, നീ സാഹസം കാണിക്കരുത്. ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്, ഞങ്ങൾ ആരും രക്ഷപ്പെടാൻ നോക്കിയിട്ടില്ല. അവൻ പേടിച്ചു വിറച്ചു. അവൻ അകത്തു പോയി വിളക്ക് കൊണ്ടുവന്ന് വളരെ ഭയത്തോടെ പൗലോസിനെയും ശീലാസിനെയും കാൽക്കൽ വീണ് അവൻ ചോദിച്ചു, 30-ാമത്തെ വചനം, യജമാന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവന് മനസ്സിലായി ക്രിസ്തുമാർഗത്തിന്റെ ശക്തി. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? പൗലോസ്ലീഹ പറഞ്ഞു, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അവൻ അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. കർത്താവ് ആരാന്നറിയാത്ത, കർത്താവിന് സ്നേഹം തിരിച്ചറിയാതെ ജീവിച്ച ഒരു മനുഷ്യൻ അവന് രക്ഷയിലേക്ക് ഇതാ സ്വർഗം നയിക്കുകയാണ്. അവൻ കർത്താവായ യേശുവിനെ അവൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു. 34-ാമത്തെ വചനം എന്താ പറയണമെന്നറിയോ? ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവന് കുടുംബവും അത്യന്തം ആനന്ദിച്ചു. അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ കുഞ്ഞുങ്ങളെല്ലാം മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ടു. യൂറോപ്പിൻ്റെ മണ്ണിൽ ഇതാ സഭ രൂപം കൊള്ളുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആ കാരാഗ്രഹ പ്രമാണി അവൻ്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ വഴികൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക പദ്ധതിക്ക് നമ്മൾ കീഴ്പ്പെടുക. ഒന്നും നമ്മുടെ നാശത്തിനല്ല, ഒന്നും നമ്മുടെ തകർച്ചയ്ക്കല്ല. ഒരു പ്രതിസന്ധിയും ഒരു പ്രതികൂലവും നമ്മൾ ഇല്ലാതാക്കാനുള്ളതല്ല,
റോമർ 8:26. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു. ഈ വചനത്തിൽ ഹൃദയമുറപ്പിച്ച് നമുക്ക് പ്രത്യാശയോടെ നമ്മുടെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ പിടിച്ച് ജീവിതത്തിൽ മുന്നേറാം. ലോകത്തിനു വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്ക് വേണ്ടി ഹൃദയം പൊട്ടി നമുക്ക് കർത്താവിനോട് നിലവിളിച്ച് അവൻ്റെ കരുണയ്ക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആത്മാവിലും സത്യത്തിലും പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ അങ്ങ് കടന്നു വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സാധിക്കുന്നവരെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി തീഷ്ണതയോടെ നമുക്ക് ലോകത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകമിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ മഹാമാരികളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നെല്ലാം കർത്താവേ ഞങ്ങളെ പരിരക്ഷിക്കണമേ എന്ന് നമുക്ക് നിലവിളിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ കേട്ടു രക്ഷയ്ക്കായി ദൈവം ഒരുക്കുന്ന വഴികൾ. യാദൃശ്ചികമായ നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ കടന്നു വരുന്നില്ല. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന സംവിധാനങ്ങളെ, ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധികളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് ഹൃദയം പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ, ദേശദേശാന്തരങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സമൂഹങ്ങളിൽ, തിരുസഭയിലെല്ലാം ദൈവകരുണയുടെ തീമഴ പെയ്തിറങ്ങുവാൻ, ദൈവകൃപയുടെ നിറഞ്ഞൊഴുക്കുണ്ടാക്കുവാൻ കരമുയർത്തി വിളിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കരുണ ചൊരിയണമേ, കർത്താവേ കരുണ വർഷിക്കണമേ. അവിടുത്തെ കരുണക്കട ഞങ്ങളെ മുക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ലോകത്തോട് കരുണ കാണിക്കണമേ, ലോക രാജ്യങ്ങളോട് കരുണ കാണിക്കണമേ. എല്ലാ ജനപദങ്ങളിലേക്കും കർത്താവേ നിന്റെ കരുണ വർഷിക്കണമേ. ആരും നശിച്ചു പോകാതെ സകല മനുഷ്യർ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമായ കർത്താവേ, നിന്റെ രക്ഷാകരമായ പ്രവൃത്തിയാൽ ഞങ്ങളേവരെയും അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് കരമുയർത്തി ലോകത്തെ ആശീർവദിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ, ദേശങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ജനപദങ്ങളെയും കർത്താവേ അവിടുന്ന് കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ ശക്തീകരിച്ചതിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി കർത്താവേ, തിരുവചനം അയച്ച് ഞങ്ങൾക്ക് നൽകിയ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവം നൽകുന്ന സാധ്യതകളിലേക്ക് നോക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി ഒത്തിരി സ്നേഹത്തോടെ നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വ